وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും അതിൻ്റെ തഫ്സീറുമാണ് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ നമുക്കറിയാം ഇൽമിൻ്റെ അടിസ്ഥാനമാണ്. അല്ലാഹു തആല നാഫിആയ ഇൽമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാണ്. വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഈ ഖുർആൻ, അതിൽ നിന്നുള്ള നാഫിആയ ഇൽമ് അത് നമുക്ക് കിട്ടുക ഖുർആനെ കുറിച്ച് ചിന്തിച്ചാലാണ്, അർത്ഥമറിഞ്ഞാലാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ബറക്കത്തോടു കൂടിയാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈർ. ഖുർആൻ കൊണ്ട് ധാരാളം ഖൈറുണ്ട്. ആർക്കാണ്? ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആന്റെ ആയത്തുകൾ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് ഖുർആൻ കൊണ്ട് ബറക്കത്തുണ്ടാവുക, ഖൈറുണ്ടാവുക. അപ്പോൾ ഖുർആന്റെ ആയത്തുകളുടെ അർത്ഥം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ഇൽമുണ്ടാകും. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, കുല്ലുൽ ഉലൂമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ ഇൽമും വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായതെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാൽ മനസ്സിലാകും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വിശുദ്ധ ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. ഓതാനും അർത്ഥം മനസ്സിലാക്കാനും ചിന്തിക്കാനും പഠിക്കാനും എല്ലാം എളുപ്പമാണ് വിശുദ്ധ ഖുർആൻ. പക്ഷെ അധികം ആളുകളും അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഖുർആൻ്റെ അർത്ഥം പഠിക്കണം. അർത്ഥമറിയാതെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയത് കൊണ്ട് പ്രയോജനം വളരെ കുറവാണ്. അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതുന്ന ഒരാളെ അപേക്ഷിച്ച് എത്രയോ പിറകിലായിരിക്കും അർത്ഥമറിയാതെ ഖുർആൻ ഓതുന്ന ഒരാൾ. എല്ലാവർക്കും പ്രതിഫലമുണ്ട്, സംശയമില്ല. പക്ഷേ അർത്ഥമറിയുക, അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കാനും അനുസരിക്കാനും ശ്രമിക്കുക, അതാണ് അടിസ്ഥാനം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന ഈ ആയത്ത് ചെറിയൊരായത്താണ്. സൂറത്തുൽ അറാഫിലെ 199-ാമത്തെ ആയത്ത്. ഖുർആനിൽ പല വിഷയങ്ങളുണ്ട്, നമുക്കറിയാം. അഖീദയുണ്ട്, അഹ്കാമുണ്ട്, അഖ്ലാഖുണ്ട്, അതുപോലെ തന്നെ താരീഖ്, ചരിത്രമുണ്ട്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലുള്ളതാണ്. ഇതിൽ അഖ്ലാഖുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. സൂറത്തുൽ അറാഫിലെ 199-ാമത്തെ ആയത്ത്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഇതാണ് ആയത്ത്. ഈ ആയത്തിൻ്റെ തഫ്സീറായി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് ആണ് വായിക്കുന്നത്. ആദ്യമായി ഈ ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറയാം. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? ഖുദിൽ അഫ്വ, അഫു നീ സ്വീകരിക്കുക. അഫു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത്, അവർക്ക് എങ്ങനെയാണോ നിന്നോട് പെരുമാറാൻ സാധിക്കുന്നത്, അത് നീ സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫ്, നല്ല കാര്യങ്ങൾ, നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ജാഹിലിനെ അവഗണിക്കുക. ഇതാണ് ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം. ഇനി ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നത് നോക്കാം. ഹാദിഹിൽ ആയത്തു ജാമിഅത്തുൻ ലിഹുസ്നിൽ ഖുലുഖി മഅന്നാസ്. ജനങ്ങളുമായുള്ള സൽസ്വഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആയത്താണിത്. അപ്പോൾ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ, ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ഹുസ്നുൽ ഖുലുഖുണ്ട്, സൃഷ്ടികളുമായിട്ടുള്ള ഹുസ്നുൽ ഖുലുഖുണ്ട്. അള്ളാഹുമായി നല്ല സ്വഭാവം വേണം, മനുഷ്യരുമായി നല്ല സ്വഭാവം വേണം. അള്ളാഹുമായിട്ടാണ് ആദ്യം സ്വഭാവം നന്നാക്കേണ്ടത്. അള്ളാഹുമായിട്ടുള്ള സ്വഭാവം എന്താണ്? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദാണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. കാരണം റിസ്ക് നൽകിയത് അള്ളാഹു മാത്രമാണ്. വബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅ്ബുദൂഹു വഷ്കുറൂ ലഹ്. അള്ളാഹുവിനോട് നിങ്ങൾ റിസ്ക് തേടുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് നന്ദി കാണിക്കുക. വലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അള്ളാഹുവിന് പങ്കാളികളെ സ്വീകരിക്കരുത്, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുക. എന്താണ് അറിവ്? അള്ളാഹു മാത്രമാണ്
സൃഷ്ടിച്ചവൻ, റിസ്ക് നൽകുന്നവൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ എന്നതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് പങ്കാളികളെ സ്വീകരിക്കരുത്. ഇതാണ് അള്ളാഹുവിനോടുള്ള ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ ദീൻ അനുസരിക്കണം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യണം. ഇങ്ങനെ ദീൻ മുറുകെ പിടിക്കുക. അതാണ് അള്ളാഹുവിനോടുള്ള ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. അതോടൊപ്പം സൃഷ്ടികളോടും നമുക്ക് ബാധ്യതകളുണ്ട്. ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ സൃഷ്ടികളോടുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് ഈ ഒരു ആയത്ത് പഠിച്ചാൽ മതി. ഈ ആയത്തിൽ ജാമിഅത്തുൻ, ഇത് സമഗ്രമാണ്. മനുഷ്യനോട്, മറ്റുള്ള സൃഷ്ടികളോട് എങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് പരിപൂർണമായി എന്നാണ് ശേഖ് അവിടെ പറയുന്നത്. വമാ യംബഗി ഫി മുആമലതിഹിം, ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ സമഗ്രമായ വിശദീകരണമാണ് ഈ ആയത്ത്. ഫല്ലദി യംബഗി അൻ യുആമല ബിഹിന്നാസ്, ജനങ്ങളുമായുള്ള ഇടപാട് എങ്ങനെയാണ് ആവേണ്ടത്, എന്താണ് ഈ ആയത്ത് അതിനെക്കുറിച്ച് പറയുന്നത്? ഒന്നാമത്തെ കാര്യം അൻ യഖുദ അൽ അഫു, അഫു സ്വീകരിക്കുക എന്നതാണ്. അഫു എന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നതിനാണ് അഫു എന്ന് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഭാഷയിൽ അഫുവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആവശ്യത്തിൽ കവിഞ്ഞത് എന്നാണ്. ഒരു ഹദീസിൽ കാണാം അൽ ഇൽമു സലാസ, ദഈഫായ ഹദീസാണ്, പക്ഷേ ആ ഹദീസിൻ്റെ ആശയം ശരിയാണ്. അതുപോലെ ഈ വാക്കിൻ്റെ അർത്ഥം അതിൽ നിന്ന് മനസ്സിലാകും. എന്താണ് അൽ ഇൽമു സലാസ? ഇൽമു 3 കാര്യങ്ങളാണ്. ആയത്തുൻ മുഹ്കമ, ഔ സുന്നത്തുൻ മുത്തബഅ, ഔ ഫരീദത്തുൻ ആദില. മുഹ്കമായ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ നസ്ഖ് ചെയ്യപ്പെടാത്ത ആയത്തുകൾ. ഔ സുന്നത്തുൻ മുത്തബഅ, അല്ലെങ്കിൽ സഹീഹായ ഹദീസ്. ഔ ഫരീദത്തുൻ ആദില, അല്ലെങ്കിൽ അനന്തരാവകാശ നിയമം അനുസരിച്ച് സ്വത്ത് വീതിക്കുക എന്നുള്ളത്, അതിൻ്റെ രീതികൾ. വമാ സിവാഹു, ഇതല്ലാത്തതൊക്കെ ഫഹുവ ഫദ്ലുൻ, അത് അധികരിച്ചതാണ്. മറ്റൊരു വായത്തിൽ ഫഹുവ അഫ്വുൻ, അത് ആവശ്യത്തിൽ കവിഞ്ഞതാണ്. അപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞത് എന്നതാണ് അഫു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് സദഖ ചെയ്യേണ്ടത്, ദാനം ചെയ്യേണ്ടത്, എത്രയാണ് ചെലവഴിക്കേണ്ടത് എന്ന് സഹാബത്ത് താങ്കളോട് ചോദിക്കുന്നു. ഖുൽ അൽ അഫു, അഫുവാണ് ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആവശ്യം കവിഞ്ഞ് ബാക്കിയുള്ളത്, അതാണ് സദഖ ചെയ്യേണ്ടത്. അപ്പോൾ അഫു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ആവശ്യത്തിൽ കവിഞ്ഞത്. ഇവിടെ എന്താണ് ആവശ്യത്തിൽ കവിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്തിൽ ഷെയ്ഖ് പറയുന്നു, ഐ മാ സമഹത് ബിഹി അൻഫുസുഹും, അവരുടെ മനസ്സുകൾ തൃപ്തിപ്പെട്ട് അവർ പെരുമാറുന്ന ആ പെരുമാറ്റ രീതി. നമ്മൾ സമ്പത്ത്, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് സദഖ ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ടാകും. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന ഒരു ധാരണയുണ്ടാകും ഓരോരുത്തർക്കും. അതിനനുസരിച്ച് അവർ പെരുമാറും. അല്ലെ, ഓരോരുത്തരുടെയും മനസ്സിലൊരു കണക്കുണ്ടാകും, എത്ര പണം എനിക്ക് ആവശ്യമുണ്ട്. ആ ധാരണക്കനുസരിച്ചാണ് അവൻ സദഖ ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് സദഖ ചെയ്യുക. അതുപോലെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ മനുഷ്യനോടും എങ്ങനെ പെരുമാറണം എന്ന ഒരു വിശ്വാസവും കണക്കുകൂട്ടലുണ്ടാകും. അതനുസരിച്ചാണ് അവർ പെരുമാറുക. അത് നീ സ്വീകരിക്കുക. അല്ല, നിന്നെ എത്ര ബഹുമാനിക്കണം, നിനക്കെത്ര വിലയുണ്ട്, സ്ഥാനമുണ്ട് എന്നൊക്കെ നിൻ്റെ സഹോദരന് ഒരു കണക്കുണ്ടാകും. അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതെങ്ങനെയാണോ അവർ കണക്ക് കൂട്ടി അവർ പെരുമാറുന്നത്, ഖുദിൽ അഫ്വ, അത് നീ സ്വീകരിക്കുക. അതിനപ്പുറം അവർ നന്നായി പെരുമാറണം എന്ന് വാശി പിടിക്കരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐമാ സമഹത് ബിഹി അൻഫുസുഹും, അവർ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന അളവിൽ നിന്നോട് പെരുമാറും, ആ പെരുമാറ്റത്തെ നീ സ്വീകരിക്കും. വമാ സഹുല അലൈഹിം, അവർക്ക് എളുപ്പമായിട്ടുള്ളത്, അവർക്ക് നിന്നെ ഇത്ര ബഹുമാനിക്കാനേ എളുപ്പം തോന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് ബഹുമാനിക്കാൻ പ്രയാസമാണ് അവർക്ക്. അത് മതി, അത്രയും ബഹുമാനം മതി. മിനൽ അമാലി വൽ അഖ്ലാഖ്, പ്രവൃത്തികളുടെ കാര്യത്തിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും. അല്ല, അവർ നിന്നോട് പെരുമാറുന്നത്, നിന്നെ സ്വീകരിക്കുന്നത്, സൽക്കരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇങ്ങനെ നിന്നോട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് എങ്ങനെയാണോ അവരെ കൊണ്ട് സാധിക്കുന്നത് അത് മതി എന്ന് നീ തീരുമാനിക്കുക. ഫലാ യുകല്ലിഫുഹും മാ ലാ തസ്മഹു ബിഹി ത്വബാഇഉഹും, അവരുടെ പ്രകൃതം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിക്കരുത്. ഒരാളുടെ പ്രകൃതം മറ്റുള്ളവരോട് പെരുമാറുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അത് നാടിനനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച്, ചിലപ്പോൾ അവരുടെ മൂഡിനനുസരിച്ച് ഒക്കെ മാറും. അതൊക്കെ അങ്ങനെ മതി. നമുക്ക് നമ്മുടേതായ നിയമങ്ങൾ ഉണ്ടാവരുത്. എന്നോട് ഇങ്ങനെ പെരുമാറിക്കൊള്ളണം, എന്നെ കാണുമ്പോൾ ഇന്നത് പറഞ്ഞു കൊള്ളണം, എന്നെ ഇങ്ങനെ സൽക്കരിച്ചു കൊള്ളണം, ഇങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടാക്കരുത്. ബൽ യഷ്കുറു മിൻ കുല്ലി അഹദിൻ മാ ഖാബലഹു ബിഹി, ഓരോരുത്തർക്കും നന്ദി കാണിക്കുക അവർ നിന്നോട് പെരുമാറിയതിന്,
എങ്ങനെ പെരുമാറിയാലും. ഒരാൾ നമ്മോട് പെരുമാറിയത് വളരെ ചെറിയ ഒരു ആദരവേ തന്നിട്ടുള്ളൂ, വളരെ കുറഞ്ഞ സ്നേഹമേ കിട്ടിയിട്ടുള്ളൂ, അതിന് അവനോട് നന്ദി കാണിക്കുക. ഇത്ര ചെയ്തല്ലോ, അല്ല നമ്മളെ സൽക്കരിച്ചു, നമുക്ക് പ്രതീക്ഷിച്ച പോലെയല്ല കിട്ടിയത്. അപ്പോൾ ആ പ്രതീക്ഷിച്ചതുപോലെ കിട്ടണം, നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കണം അവൻ്റെ പെരുമാറ്റം എന്ന് വാശി പിടിക്കരുത് എന്ന് മാത്രമല്ല, അവൻ എങ്ങനെയാണോ പെരുമാറിയത് അതിന് നന്ദി കാണിക്കുക. അതാണ് വേണ്ടത്. മിൻ ഖൗലിൻ വഫിഅലിൻ ജമീലിൻ ഔ മാ ഹുവ ദൂന ദാലിക്. അവൻ ചെയ്ത നന്മകൾ, ഇനി നന്മ അല്ലെങ്കിലും അവൻ ചെയ്തത് എന്തായിരുന്നാലും അതിന് അവരോട് നന്ദി കാണിക്കുക. വയതജാവസു അൻദ തഖ്സീരിഹിം. അവർ നമ്മുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത്, നമ്മോട് അവർ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്, അതൊക്കെ വിട്ടുകൊടുക്കുക. വയഗദ്ദു ത്വർഫഹു അൻ നഖ്സിഹിം. അവരുടെ ന്യൂനതകളെ തൊട്ട് കണ്ണടക്കുക. അഥവാ ചില ആളുകൾക്ക് ചില കുറവുകളുണ്ടാകും, അവർ കരുതി കൂട്ടി ചെയ്യുന്നതായിരിക്കണമെന്നില്ല. അറിവ് കുറവുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ നിലവാരമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. ചെറിയ കുട്ടിയായിരിക്കും, അവൻ ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കും. അതൊക്കെ അവരുടെ കുറവുകളായിരിക്കും, കരുതി കൂട്ടി ചെയ്യുന്നതായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ചില ആളുകൾ അവർ നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല, പല കാരണങ്ങൾ കൊണ്ട്, അവരുടെ പല കുറവുകൾ കൊണ്ട്. അതൊക്കെ വിട്ടുകൊടുക്കുക. വല യതകബ്ബറു അല സഗീരി ലിസിഗരിഹി. ഒരു കുട്ടി അല്ലെങ്കിൽ ചെറിയവൻ, അവൻ ചെറിയവനാണ് എന്നതിൻ്റെ പേരിൽ അവനോട് അഹങ്കാരം കാണിക്കാതിരിക്കുക. വല നാഖിസുൽ അഖ്ലി ലിനഖ്സിഹി. ഒരാൾക്ക് അഖ്ല് കുറവാണ്, അപ്പം അവൻ്റെ ആ ബുദ്ധി കുറവ്, അതിൻ്റെ പേരിൽ അവനെ പുച്ഛിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മളൊരു സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും, സംസാരിക്കും, ദീനി കാര്യങ്ങളോ ദുനിയാവിയായ കാര്യങ്ങളോ. അപ്പോൾ കൂട്ടത്തിൽ ബുദ്ധി കുറവുള്ളവനുണ്ടാവും, അവൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമോശം പറയും. അപ്പം അതിൻ്റെ പേരിൽ കിബിർ കാണിക്കാതിരിക്കുക, പുച്ഛിക്കാതിരിക്കുക. വലൽ ഫഖീരി ലിഫഖ്രിഹി. ഒരു ദരിദ്രനെ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അവനോട് കിബിർ കാണിക്കാതിരിക്കുക. ബൽ യുആമിലുൽ ജമീഅ ബിൽലുത്ഫ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുക. വൽ മുഖാബലതി ബിമാ തഖ്തദിഹിൽ ഹാൽ. ഓരോരുത്തർക്കും അവരുടെ അവസ്ഥക്കനുസരിച്ച് അവരോട് പെരുമാറുക. വതൻശരിഹു ലഹു സുദൂറുഹും. അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക. അപ്പോൾ ഇതാണ് ഖുദിൽ അഫ്വ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. ഈ ആയത്തിൽ 3 സെന്റൻസാണ്, 3 വാചകങ്ങളാണ്. ഈ 3 കാര്യങ്ങളാണ് സൽസ്വഭാവത്തിൻ്റെ അർക്കാനുകൾ, അടിത്തറകൾ. അതിലൊന്നാമത്തേത് അതാണ് ഇത്രയും വിശദീകരിച്ചത്, ഖുദിൽ അഫ്വ. ഒരാൾക്ക് എങ്ങനെയാണോ പെരുമാറാൻ സാധിക്കുന്നത്, എങ്ങനെയാണോ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അത് നീ വാങ്ങി തൃപ്തിപ്പെടുക. നമ്മൾ സദക്കയുടെ കാര്യം പറഞ്ഞ പോലെ, ഒരാൾ നമുക്ക് സാമ്പത്തിക സഹായം ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മുടെ ആവശ്യക്കാരനായി മാറി, കടക്കാരനായി കടം ചോദിച്ചു ഒരാളോട്. അപ്പോൾ വലിയ തുകയാണ് നമുക്ക് ആവശ്യം, പക്ഷേ അയാൾ തന്നത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ പകുതിയാണെന്ന് വിചാരിക്കുക. നമ്മളെന്താണ് ചെയ്യേണ്ടത്? അത് തന്നെയാണ് പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നർത്ഥം. അയാളുടെ കഴിവിനനുസരിച്ചൊരു തുക തന്നു, അപ്പം ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദേഷ്യം പിടിച്ചാലോ? അത് മോശമല്ലേ? അതുപോലെ തന്നെ മോശമാണ് പെരുമാറ്റത്തിൻ്റെ കാര്യവും. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ കാണുമ്പോൾ ആളുകൾ പുഞ്ചിരിക്കണമെന്നാണ്. ഒരാൾ ചിരിച്ചിട്ടില്ല, സലാം പറഞ്ഞു ചിരിക്കാതെ, അപ്പോൾ അത്ര മതി. ഇങ്ങനെ പല കാരണങ്ങളാൽ ആളുകൾ നമ്മളോട്, അല്ലെങ്കിൽ പല രൂപത്തിൽ ആളുകളുടെ കുറവുകൾ നമുക്ക് നേരെ വരും. നേരത്തെ പറഞ്ഞതുപോലെ അഖലിൻ്റെ കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ കരുതി കൂട്ടിയായിരിക്കും, ചിലപ്പോൾ അവരുടെ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ കൊണ്ടായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, എന്തുകൊണ്ടായാലും ആ കുറവുകളെ അംഗീകരിക്കുക. അതാണ് പറഞ്ഞത്, ചെറിയ കുട്ടിയായിരിക്കും, അപ്പോൾ അവൻ്റെ ചെറുപ്പം കൊണ്ട് അവന് സാധിക്കാത്തതാണ് ഒരു വലിയവനെ പോലെ പെരുമാറാൻ. നമ്മളൊരു സദസ്സിലിരിക്കണം, അപ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ ഒരു ചെറിയ കുട്ടി അടുത്ത് വന്നിരുന്നു, അവൻ ചിലപ്പോൾ ഭക്ഷണത്തിൽ കളിക്കും. അത് നമ്മളോടുള്ളൊരു മോശം പെരുമാറ്റമാണ്. പക്ഷെ അതിൻ്റെ കാരണം എന്താണ്? അവൻ ചെറുതാണ്, കുട്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഖുദിൽ അഫ്വ, അവൻ കുട്ടിയാണെന്നുള്ള ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക. അതുപോലെ നമ്മൾ സദസ്സിൽ സംസാരിക്കുകയാണ്, അപ്പോൾ അവിടെ വളരെ നിലവാരം കുറഞ്ഞൊരു ചോദ്യം ഒരാൾ ചോദിച്ചു, നമുക്കറിവുള്ള ഒരു വിഷയത്തിൽ, ദീനിൻ്റെ വിഷയമോ ദുനിയാവിൻ്റെ വിഷയമോ ആകട്ടെ. ആ നിലവാരം കുറഞ്ഞ ചോദ്യം ചോദിക്കാൻ കാരണം നഖ്സുൽ അഖൽ, അവൻ്റെ അഖലിൻ്റെ കുറവാണ്. അപ്പോൾ അവൻ്റെ ആ അഖൽ എത്രയുണ്ടോ ഖുദിൽ അഫ്വ, അത് അത്ര മതി എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. ഇങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുള്ള ഈ സംഗതി അതെല്ലാ കാര്യത്തിലും ചെയ്യുക. അതാണ് ഖുദിൽ അഫ്വ എന്ന് പറയുന്നത്. അല്ല, ചില ആളുകൾ ഈ കാര്യത്തിൽ വളരെ കഴിവുള്ളവരായിരിക്കും, ഇതുപോലെ പാലിക്കുന്ന ആളുകളെ കാണാം. ഓരോരുത്തരോടും അവരവരുടെ അവസ്ഥക്കനുസരിച്ച് പെരുമാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മാതൃകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തുമായിരുന്നു, ഓടി മത്സരിക്കുമായിരുന്നു. കാരണം അവർ ചെറിയ പ്രായമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, 40 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ് അവരോട് പെരുമാറുന്നത്, അവരുടെ കൂടെ കളിക്കുന്നത്. അതുപോലെ കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ
അവരുടെ കൂടെ നടക്കുമായിരുന്നു. ഒരു ആവശ്യവുമായി അല്ലെ ചെറിയ പെൺകുട്ടികൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരോടും അവരവരുടെ അവസ്ഥക്കനുസരിച്ച് പെരുമാറുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ചില ആളുകൾ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് പെരുമാറുന്നത് കാണാം. അല്ല, ചില ആൾക്കാർ പരാതി പറയും, അവരുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ മാതാപിതാക്കളുമായിട്ട് ബന്ധം മുറിച്ചവരുണ്ടാകും, സഹോദരങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ടാകും. ആ കാര്യം അവരോട് പറഞ്ഞാൽ, ഉപദേശിച്ചാൽ അവർ പറയും, ഉമ്മയുമായിട്ട്, പ്രായമായ ഉമ്മയുമായിട്ട് നല്ല ഒരു ബന്ധമില്ല. അപ്പോൾ എന്താണ് കാരണം ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിച്ചാൽ അവർ പറയാം, ഉമ്മാൻ്റെ ഹക്കൊക്കെ എനിക്കറിയാം, ഉമ്മ എന്നെ അങ്ങനെ നോക്കിയതാണ്, ഇങ്ങനെ നോക്കിയതാണ്, ഒക്കെ ശരി തന്നെ, പക്ഷെ ഇന്ന സ്വഭാവം അത് ഇല്ലായിരുന്നെങ്കിൽ ഉമ്മയോട് കുറച്ചുകൂടി നന്നായി പെരുമാറാമായിരുന്നു. എങ്ങനെ പറഞ്ഞ് ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോടൊക്കെ ബന്ധം ഭാഗികമായിട്ടൊക്കെ മുറിച്ച് നിൽക്കുന്ന ആളുകൾ കാണാം. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകാറില്ല, കാരണം ഇതാണ്, അവനിങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറയും അടുത്ത ബന്ധങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെ പറയരുത്. അതാണ് ഈ ആയത്തിൻ്റെ ഹുദിൽ അഫ്വ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഏതുപോലെ എന്ന് വിചാരിച്ചാൽ, നമ്മൾ പറയണം ഒരാൾ മറ്റൊരാളെക്കുറിച്ച്, അവൻ നല്ല ആളാണ്, അവൻ എനിക്ക് കുറേ ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ പറയണം അവനോട് പക്ഷെ ഞാൻ ഇപ്പോൾ പെരുമാറുന്നത് പോലെ തന്നെയാണ് പെരുമാറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കൂടുതൽ അടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ ശാരീരികമായിട്ടുള്ളൊരു അവസ്ഥ പറയാമെന്ന് വിചാരിക്കുക. അവന് 2 കണ്ണേ ഉള്ളൂ, ഒരു കണ്ണുകൂടി വേണം, എന്നാൽ ഞാൻ അവനോട് നന്നാവും എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു 3 കണ്ണുണ്ടായിരുന്നെങ്കിൽ. ഇതുപോലെയാണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെന്ന് പറയുന്നത്. അവൻ്റെ ത്വബീഅത്താണ്, പ്രകൃതമാണ്. നമ്മുടെ കണ്ണും മൂക്കും അവയവങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അവരുടേതായ ചില സ്വഭാവങ്ങളുണ്ടാകും, മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനതുപോലെ അംഗീകരിച്ച് പെരുമാറുക. അതാണ് ഹുദിൽ അഫ്വ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ സ്വഭാവം നമ്മുടെ സുഹൃത്തുക്കളുടെയും മാതാപിതാക്കളുടെയും രക്തബന്ധുക്കളുടെയൊക്കെ സ്വഭാവം മാറിയതിന് ശേഷം, നമ്മൾ വെറുക്കുന്ന സിഫത്തുകളൊക്കെ അവർ നന്നാക്കിയതിന് ശേഷം ഞാൻ അവരോട് നന്നായി പെരുമാറും എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ മാറാൻ ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ, ഈ വാചകത്തിൻ്റെ അർത്ഥം. വഅ്മുർ ബിൽ ഉർഫ്. രണ്ടാമത്തേത് വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. അപ്പോൾ ഇങ്ങോട്ട് ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അത് അത്ര മതി എന്ന് വിചാരിക്കുക, അതങ്ങനെ സ്വീകരിക്കുക, തൃപ്തിപ്പെടുക. വഅ്മുർ ബിൽ ഉർഫ്, ഇവിടെ നിന്ന് അങ്ങോട്ട് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? നന്മ കൽപ്പിക്കുക. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബികുല്ലി ഖൗലിൻ ഹസൻ, എല്ലാ നല്ല വാക്കുകളും, അഥവാ നല്ല വാക്കുകൾ പറയാൻ ആളുകളോട് ആവശ്യപ്പെടുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക. നല്ല വാക്കുകളാണ് പറയേണ്ടത് എന്ന് ആളുകളെ ഉപദേശിക്കുക. വഫിഅലിൻ ജമീൽ, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഉത്ബോധിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക. വഖുലുഖിൻ കാമിലിൻ ലിൽ ഖരീബി വൽ ബഈദ്, അടുത്തവരോടും അകന്നവരോടും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറാൻ ഉപദേശിക്കുക. ഫജ്അൽ മാ യഅതി ഇലൻ നാസി മിൻക, അതുകൊണ്ട് എന്തായിരിക്കണം? ചുരുക്കി പറഞ്ഞാൽ ആളുകളിലേക്ക് നിന്നിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടുന്നത്, ജനങ്ങളിലേക്ക് നിന്നിൽ നിന്ന് എത്തുന്നത് എന്തായിരിക്കണം? ഇമ്മ തഅലീമു ഇൽം ഔ ഹസ്സൻ അലൽ ഖൈർ, ഒന്നുകിൽ ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൽമ വേണം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ, അയാൾക്കൊരു ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അയാളെക്കാളും ഇൽമ നമുക്ക് വേണം. അതില്ലെങ്കിലോ ഔ ഹസ്സിൻ അല ഖൈർ, അല്ലെങ്കിൽ നന്മ പ്രോത്സാഹിപ്പിക്കുക, അവർക്കും നമുക്കും അറിയാവുന്ന നന്മകൾ പ്രോത്സാഹിപ്പിക്കുക. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, അപ്പോൾ അവിടെ അവർക്ക് ആർക്കും അറിയാത്തൊരു ഇൽമ പഠിപ്പിച്ചു കൊടുക്കാനെന്നുള്ള അറിവ് നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന നല്ല കാര്യങ്ങളുണ്ട്, നമസ്കാരം, നോമ്പും, സുന്നത്തായ ഇബാദത്തുകളും, കുടുംബബന്ധം ചേർക്കലും, ഇങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ അതിനെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കുക. ഏതൊക്കെയാണ് ഈ നന്മകൾ? മിൻസിലത്ത് റഹിമിൻ ഔ ബിർരി വാലിദൈൻ, കുടുംബബന്ധം, മാതാപിതാക്കളുള്ള ബിർറ്, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കുക, തമ്മിൽ തെറ്റി നിൽക്കുന്ന ആളുകളെ നന്നാക്കുക. ഔ നസീഹത്തിൻ നാഫിഅ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉത്ബോധനം. അതല്ലെങ്കിലോ, അപ്പോൾ എൽമ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അറിയുന്ന എൽമ അമൽ ചെയ്യാൻ ആളുകളെ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഔ നസീഹത്തിൻ നാഫിഅ, അല്ലെങ്കിൽ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു നസീഹത്ത്, ഉപദേശം. ഔ റഅയിൻ മുസീബ്, അല്ലെങ്കിൽ നല്ല ശരിയായ അഭിപ്രായം, അല്ലെ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുക. ഔ മുആവനത്തിൻ അലാ ബിർരിൻ വ തഖ്വ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ ആളുകളെ സഹായിക്കുക, അല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ സഹായിക്കുക. ഒരാൾക്ക് ദീൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ അവന് എന്തെങ്കിലും ഒരു കിതാബ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ സഹായമാകുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്ന സ്ഥലത്ത് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഖുർആൻ ഹിഫ്ളാക്കാനുള്ള സൗകര്യമുണ്ട്, ഇന്ന സ്ഥലത്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള
സംവിധാനങ്ങളൊക്കെ സഹായിക്കുക, ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കുക, ഇങ്ങനെ എന്തൊക്കെ നന്മകളെ സഹായിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക. അതാണ് വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔ മുഅവനത്തിൻ അലാ ബിർരിൻ വതഖ്വ ഔ സജ്രിൻ അൻ ഖബീഹ്, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളെ അവരെ തടയുക. ചീത്ത കാര്യങ്ങൾ, തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അവരെ ഉപദേശിക്കുക. ഔ ഇർഷാദിൻ ഇലാ തഹ്സീലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുനിയവിയ്യ, അല്ലെങ്കിൽ ദീനിയോ ദുനിയവിയോ ആയ നല്ല കാര്യങ്ങൾ നേടാൻ അവരെ വഴി കാണിക്കുക, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക. അല്ലെ ദീനിയായിട്ട് നമുക്ക് ചെയ്യേണ്ടതായ പല നന്മകളും ചെയ്യാതെ അശ്രദ്ധയിലായിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ, നമ്മളും അശ്രദ്ധയിലായിരിക്കും. അപ്പോൾ പൊതുവെ നമ്മൾ അശ്രദ്ധയിലായിട്ടുള്ള ദീനിയായ മസ്ലഹത്തുകൾ, ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് വുദു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ നിസ്സാരമായ കാര്യമാണ്. നിസ്സാരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. പക്ഷേ വളരെ തുടക്കത്തിൽ തന്നെ ഒരാൾ പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. അല്ലെ, തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് ആദ്യം വേണ്ടതാണ് വുദു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മസ്ലഹത്തുൻ ദീനിയായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു നല്ല അവസ്ഥയാണ് അടിസ്ഥാനപരമായ കർമ്മശാസ്ത്ര നിയമങ്ങൾ അറിയുക എന്നുള്ളത്. അത് നമുക്കില്ലല്ലോ നിലവിൽ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളോ ഒക്കെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഫിഖ്ഹിയായ അതുപോലെ അഖീദയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. ഇത് ഇൽമിൻ്റെ കാര്യം. അതുപോലെ അമലിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെ, ഫർദ് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കുക, ഇത് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടോ? സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ്, അതുപോലെ വിത്ർ നമസ്കാരം, അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. നമ്മളൊക്കെ ധാരാളമായി വീഴ്ച വരുത്തിയിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെവിടെയാണ്? സുന്നത്ത് നോമ്പുകൾ ചിലപ്പോൾ കുറേ കാലം നമ്മൾ ആവേശത്തോടെ ചെയ്തതായിരിക്കും, പിന്നെ ഒരുപാട് കാലം വർഷങ്ങളോളം നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. കാരണം എന്താണ്? പരസ്പരം ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ദീനിയായ മസ്ലഹത്തുകൾ, ദീനിയായി നമുക്കുണ്ടായിരിക്കേണ്ട നല്ല അവസ്ഥകൾ, അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഔ ദുന്യവിയ്യ, അല്ലെങ്കിൽ ദുന്യവിയായ കാര്യങ്ങൾ, ദുന്യാവിൻ്റെ കാര്യത്തിലും പരസ്പരം ഓർമ്മിപ്പിക്കണം. വലാ തൻസ നസീബക മിന ദുന്യ, ദുനിയാവിൻ്റെ ഓഹരി, നിനക്ക് ദുനിയാവിൽ ആവശ്യമായ കാര്യങ്ങൾ അത് നീ മറക്കേണ്ടതില്ല. ഇതാരാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? ഖാറൂനോടാണ് പറയുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ സാധിക്കാത്ത അത്രയും താക്കോലുകളുണ്ട് ഖാറൂൻ്റെ ഖജനാവുകൾക്ക്. ഇത്രയും വലിയ ഖജനാവുള്ള ഖാറൂനോടാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമിലെ ആളുകൾ പറയുന്നത്, വലാ തൻസ നസീബക മിന ദുനിയ, നീ ദുനിയാവ് മുഴുവൻ ഒഴിവാക്കണം, ഈ നിധികളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. അള്ളാഹനെ മറക്കരുത്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. പക്ഷേ വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കേണ്ടതില്ല. അപ്പോൾ ദുനിയവിയായ കാര്യങ്ങളിൽ തന്നെ വീഴ്ചകളും ഗഫലത്തും ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ ചുറ്റുമുണ്ടാകും. അത് ആളുകൾ ഓർമ്മിപ്പിക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിൽ, റിസ്കിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അല്ലെ, ഹലാലായ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ലതാണ്. ഇസ്ലാം ഒരിക്കലും നമ്മെ ദരിദ്രന്മാരാകാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ദാരിദ്ര്യം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. വഅഊദു ബിക മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദുനിയവിയായ മസ്ലഹത്തുകളും ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. മക്കളെ എങ്ങനെ പഠിപ്പിക്കാം, അതുപോലെ തന്നെ കച്ചവടത്തെക്കുറിച്ച്, ഇങ്ങനെ എന്തൊക്കെ ദുനിയവിയായ മസ്ലഹത്തുകളുണ്ടോ അതൊക്കെ പരസ്പരം ഉപദേശിക്കുന്നത് ഇതിൽപ്പെടും. വഅ്മുർ ബിൽ ഉർഫ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. വലമ്മ കാന ലബുദ്ദ മിൻ അദിയത്തിൽ ജാഹിൽ, ഇനിയോ നമുക്ക് ധാരാളമായി അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ. ഇപ്പം പറഞ്ഞ ഈ വഅ്മുർ ബിൽ ഉർഫ് എന്ന് പറയുന്ന കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? ലബുദ്ദ മിൻ അദിയത്തിൽ ജാഹിൽ, ജാഹിലിൻ്റെ ഉപദ്രവമുണ്ടാകും, ജാഹിലീങ്ങളുടെ ഉപദ്രവമുണ്ടാകും. കാരണം നമ്മൾ ഒരാളോടൊരു നന്മ കൽപ്പിച്ചാൽ, ഇന്ന കാര്യം ഇത് നീ ചെയ്യേണ്ടതാണ്, നീ നിലവിൽ ചെയ്യാത്ത ഇന്ന ഇബാദത്ത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ, ഈ കേൾക്കുന്ന ആളുകളുടെ ഹവക്കെതിരായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ഹറാമ് ചെയ്യുന്നത്. അവർക്ക് ചെയ്യാൻ പ്രയാസം തോന്നിയത് കൊണ്ടാണ് അവർ ഫർളായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യമുണ്ടാകും. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് പറഞ്ഞത്? യാ ബുനയ്യ അഖിമിസ് സ്വലാ, നമസ്കാരം നേരെ ചൊവ്വെ നിലനിർത്തുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വസ്ബിർ അലാ മാ അസാബക്,
നിന്നെ ബാധിക്കുന്ന മുസീബത്തുകളിൽ സബർ പാലിക്കുക, സഹിക്കുക, ക്ഷമിക്കുക. എന്താണ് ഈ ക്ഷമയെക്കുറിച്ച് അവിടെ പറയാൻ കാരണം? അത് നന്മ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ആളുകളുടെ ഉപദ്രവം എന്ന് പറയുന്നത്. അങ്ങനെ ഉപദ്രവം ഇല്ലാതിരുന്നെങ്കിൽ ആർക്കില്ലാതിരിക്കണമായിരുന്നു? അമ്പിയാക്കൾക്കെല്ലാം ഈ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ, ഓരോ നബിമാർക്കും ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അദുവ്വൻ മിനൽ മുജ്രിമീൻ, പാപികളായ ശത്രുക്കളെ. അല്ലെ, അമ്പിയാക്കൾക്ക് ശത്രുക്കളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടി കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് മുറിഞ്ഞു പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട്, മുഖത്ത് നിന്ന് രക്തം വന്നിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുക, നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുണ്ടാകും. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതിനൊക്കെ അപേക്ഷിച്ച് എത്രയോ ചെറുതായിരിക്കും. പരിഹാസം, ചെറിയ പുച്ഛം, എതിർപ്പ്, തർക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണിത്. നന്മ കൽപ്പിച്ചാൽ വഅ്മുർ ബിൽ ഉർഫ് എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. വലമ്മ കാന ലബുദ്ദ മിൻ അദിയത്തിൽ ജാഹിൽ, അങ്ങനെ ജാഹിലീങ്ങളുടെ വിവരമില്ലാത്തവരുടെ ഉപദ്രവം അത് ഉറപ്പുള്ള കാര്യമായതിനാൽ അമർ അല്ലാഹു തആല അൻ യുഖാബിലൽ ജാഹില ബിൽ ഇഅറാദി അൻഹു, ഈ ജാഹിലിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ബിൽ ഇഅറാദി അൻഹു, അവനെ അവഗണിക്കുക എന്നുള്ളതാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, വിവരമില്ലാത്ത ആളുകൾ അവരോട് സംസാരിച്ചാൽ അഥവാ അവരെ തെറി പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്താൽ ഖാലു സലാമ, അവർ നല്ല വാക്ക് പറയും. നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളെപ്പോലെ തർക്കിക്കാൻ തെറി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവരെ അവഗണിക്കും. വഅദമി മുഖാബലതിഹി ബിജഹ്ലിഹി, അവൻ ഇങ്ങോട്ട് വിവരമില്ലാതെ തെറി പറയുന്നത് അതുപോലെ അങ്ങോട്ട് തിരിച്ച് ജഹ്ല് കാണിക്കുകയില്ല, വിവരക്കേട് കാണിക്കുകയില്ല. ഫമൻ ആദാക, ആരാണോ നിന്നെ ഉപദ്രവിച്ചത്, ബിഖൗലിഹി ഔ ഫിഅലിഹി, അവൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നവരുണ്ടാകും, പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുന്നവരുണ്ടാകും. ഏത് രൂപത്തിലാണെങ്കിലും ലാ തുഅ്ദിഹി, അവനെ നീ തിരിച്ച് ഉപദ്രവിക്കരുത്. വമൻ ഹറമക ലാ തഹ്രിംഹു, നിനക്ക് നിഷേധിച്ചവൻ, നിനക്ക് നൽകേണ്ട ഹക്കുകൾ അല്ലെങ്കിൽ നിന്നോട് പെരുമാറേണ്ട പെരുമാറ്റം അതൊന്നും വേണ്ട രൂപത്തിൽ ചെയ്യാതെ നിഷേധിച്ചവൻ ഫലാ തഹ്രിംഹു, അവൻ അങ്ങോട്ട് നീ തടയരുത്. അല്ലെ, നിന്നെ സഹായിക്കേണ്ട സന്ദർഭത്തിൽ സഹായിക്കാതിരുന്നവൻ, അവൻ ആവശ്യക്കാരനായി വന്നാൽ അവനെ കൈവിടരുത്. വമൻ ഖതഅക, ആരാണോ നിന്നോട് ബന്ധം മുറിച്ചത്, ഫസുൽഹു, അവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. വമൻ ളലമക, ആരാണോ നിന്നോട് ദുൽമ ചെയ്തത്, ഫഅദിൽ ഫീഹി, അവനോട് നീ അങ്ങോട്ട് നീതി കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളുകളുള്ള നിലപാട്. വഅരിദ് അനിൽ ജാഹിലീൻ, അവരെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ച് അക്രമം കാണിക്കാതിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നന്മ കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ക്ഷമിക്കാൻ ഉടനെ പറയും. വതവാസോ ബിൽ ഹഖി വതവാസോ ബിസ്സബ്ർ, നന്മ പരസ്പരം ഉപദേശിച്ചാൽ എന്ത് വേണ്ടി വരും? വതവാസോ ബിസ്സബ്ർ, സബ്ർ നമുക്ക് ആവശ്യമായി വരും. ഉപദ്രവിക്കുന്ന ആളുകളുടെ നിലപാടിതാണ്. ഇതായിരിക്കണം ഒരു മുഅ്മിന്റെ നിലപാട്. നമ്മൾ ഒരാളോടൊരു നല്ല കാര്യം പറഞ്ഞാൽ തിരിച്ച് ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ അതിൻ്റെ പേരിൽ പ്രതികാരം ചെയ്യുകയും അതുപോലെ തന്നെ അഹങ്കരിക്കുകയും ചെയ്യരുത്. ചില ആളുകൾ എന്ത് ചെയ്യും? ദഅവത്ത് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആളുകൾ നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടും. അങ്ങനെ ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ഒരാളോട് ചിലപ്പോൾ പരിധി വിട്ട് തിരിച്ച് പ്രതികരിക്കും. ഇങ്ങോട്ട് അവൻ ചെയ്തതിനേക്കാൾ വലിയ ഉപദ്രവം ചെയ്യും ചില ആളുകൾ. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഉപദ്രവം, നമുക്ക് ഉണ്ടായ ഈ ഉപദ്രവം, അത് നമ്മൾ നന്മ എത്തിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആയിക്കൊള്ളണമെന്നില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ ദീൻ ഒരാൾക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. നമ്മൾ ചെയ്ത തിന്മകളായിരിക്കാം കാരണം, അല്ലേ? നമ്മൾ ഒരാളെ ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പുറത്ത് നമ്മൾ ധാരാളം തിന്മകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപദേശിച്ച ഒരാളുടെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടിയ ചീത്ത, ആക്ഷേപം, ഉപദ്രവം, അതൊരു പക്ഷേ നമ്മൾ തലേ ദിവസം ചെയ്ത തിന്മക്കുള്ള ശിക്ഷയായിരിക്കും. അപ്പോൾ ഉപദ്രവങ്ങളുണ്ടാകുമ്പോൾ സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഈ ഉപദ്രവം എന്ന് മനസ്സിലാക്കിയാൽ എന്തു ചെയ്യും? നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ എന്തൊരു ഉപദ്രവം ആളുകളിൽ നിന്നുണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ തിന്മകൾ പരിശോധിക്കുക, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക, എന്തൊക്കെ തിന്മകളാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് മടങ്ങാൻ ശ്രമിക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട്
പൊറുക്കലിനെ തേടുക, ഇതാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് അങ്ങോട്ട് ഉപദ്രവിക്കുക എന്നുള്ളത് അത് വലിയ നഷ്ടമാണ്. കാരണം നമ്മുടെ ഈ പാപം ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാതെ അവിടെ തന്നെ കിടക്കും. ഇനി ഈ വിഷയത്തിൽ ആളുകൾ പല ദർജയിലായിരിക്കും. ഉപദ്രവം ഉണ്ടാകുമ്പോൾ, ജനങ്ങൾ പ്രയാസപ്പെടുത്തുമ്പോൾ ആളുകൾ 3 വിധത്തിലായിരിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമ സബീലു വല്ലദീന ഇദാ അസാബഹും ബഗ്യും യന്തസിറൂൻ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ഉപദ്രവിച്ചാൽ, ഒരാൾ ആക്രമിച്ചാൽ, ദുൽമ ചെയ്താൽ അതിന് തിരിച്ചെന്ത് ചെയ്യാം? സയ്യിഅത്തുൻ മിസ്ലുഹാ, അതുപോലെ തിരിച്ചുപദ്രവിക്കാം. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, അല്ലേ? വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഒരാൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ അതുപോലെ തിരിച്ചുപദ്രവിക്കാം. എന്നാൽ ആരാണോ ഫമൻ അഫ വഅസ്ലഹ, വിട്ടുവീഴ്ച ചെയ്യുന്നത്, ഇസ്ലാഹ് ഉണ്ടാക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്താൽ ഇസ്ലാഹ് ഉണ്ടാകും, അല്ലേ? നമ്മളൊരാളെ ഉപദ്രവിച്ചു, നമ്മൾ അയാളുടെ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ തമ്മിൽ നന്നാവും. അങ്ങനെ ചെയ്താൽ ഫമൻ അഫ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിന് കണക്കില്ലാതെ പ്രതിഫലം നൽകും. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾ 3 തരത്തിലായിരിക്കും. ഇങ്ങോട്ട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരെന്ത് ചെയ്യും? തുല്യമായി പ്രതികാരം ചെയ്യും. മറ്റു ചിലർ വിട്ടുവീഴ്ച ചെയ്യും. മറ്റു ചിലർ അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ചെയ്യും. അത് ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല പറയാണ് ഈ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, തത്തുല്യമായ പ്രതികാരം. അത് ജായിസാണ്. അതിൻ്റെ ഹുക്ം എന്താണ്? ജായിസാണ്. ഒരാൾ നമ്മ എങ്ങോട്ട് ഒരു തെറി വിളിച്ചു, അപ്പോൾ തിരിച്ച് അതേ വാക്ക് അങ്ങോട്ട് പറഞ്ഞാലോ? ജായിസാണ്, കുറ്റമില്ല. ഒരാൾ നമ്മെ വിളിച്ചതിനേക്കാൾ കൂടുതൽ പറഞ്ഞാലോ? അല്ലെങ്കിൽ ഒരടി അടിച്ചു, തിരിച്ച് 2 അടി അടിച്ചാലോ? ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അവൻ അക്രമിയാണ്, ആ അടിച്ചവൻ അക്രമിയാണ്. ഫമൻ അഫാ വഅസ്ലഹ, വിട്ടുവീഴ്ച ചെയ്തവൻ ഫഅജ്റുഹു അലല്ലാഹ്. അപ്പോൾ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ ആളുകൾ ഈ 3 വിഭാഗത്തിലായിരിക്കും. ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണിത്. നമ്മോട് ആരെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറാത്തത് ഒരു ദിവസം പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഈ 3-ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടും. ഒന്നുകിൽ അതുപോലെ തിരിച്ചു ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കും, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ച് ക്ഷമിക്കും, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അക്രമം ചെയ്യും. അതിനേക്കാൾ വലിയ അക്രമം ചെയ്ത് എന്ത് സംഭവിച്ചു? നമുക്ക് ഈ ഉപദ്രവവും സഹിക്കണം, പരലോകത്ത് നാളെ അതിൻ്റെ ശിക്ഷയും കിട്ടും. വിട്ടുവീഴ്ച ചെയ്താലോ ഈ ഉപദ്രവം നമുക്കൊരു പ്രതിഫലമായി മാറി. അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പ്രതിഫലമാണ്. നമ്മൾ ഒരാളോട് സംസാരിച്ചപ്പോൾ, ഉപദേശിച്ചപ്പോൾ അയാൾ ഇങ്ങോട്ടൊരു ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞത് നമുക്കൊരു പുണ്യമായി മാറി, ഒരു ഹസനത്തായി, ഒരു നന്മയായി മാറി. അതുകൊണ്ട് അതിനാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യാനാണ്. എന്ന് മാത്രമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഈ തുല്യമായ പ്രതികാരം ചെയ്താൽ അത് ജായിസാണല്ലോ. അങ്ങോട്ട് ചെയ്തതുപോലെ തിരിച്ച് പ്രതികാരം ചെയ്യുന്നത് ജായിസാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പ്രതികാരം ഒരു ശീലമായി മാറും. എപ്പോൾ ആരും ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുക എന്നുള്ള ശീലമായാൽ അവസാനം എന്ത് ചെയ്യും? അറിയാതെ അവർ അക്രമം ചെയ്യുന്ന അവസ്ഥ വരും, ദുൽമ ചെയ്യുന്ന അവസ്ഥ വരും. കാരണം എന്നും ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയുക എന്നുള്ളതൊരു ശീലമാണ്. അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? അളവ് തെറ്റിപ്പോവും. കാരണം നമ്മൾ പ്രതികരിക്കുന്നത്, തിരിച്ച് പറയുന്നത് ദേഷ്യം പിടിച്ച സന്ദർഭത്തിലാണ്. ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അളന്ന് മുറിച്ച് സംസാരിക്കാനൊന്നും സാധിക്കില്ല, നമ്മൾ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളതാണ് ബുദ്ധി, സഹിക്കുക എന്നുള്ളതാണ് ബുദ്ധി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വഅഅറിദ് അനിൽ ജാഹിലീൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ അഖ്ലാഖ് എന്ന് പറയുന്നത് പൂർത്തിയാകും. ഇത് 3 ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളും ആളുകൾ എങ്ങനെ പെരുമാറിയാലും അത് മതി, അത് സ്വീകരിക്കുക. അതുപോലെ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വഅഅറിദ് അനിൽ ജാഹിലീൻ, ഉപദ്രവങ്ങളിൽ സഹിക്കുക, ക്ഷമിക്കുക, അവഗണിക്കുക. ഇത് 3 ധാരാളം ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചിട്ടുള്ളതാണ്, അള്ളാഹും റസൂലും. അതിൻ്റെ ഒരു ഖുലാസയാണ്, ചുരുക്കമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അടുത്ത ആയത്തിൽ അതുകൂടി വായിക്കാം. അപ്പോൾ ഈ ആയത്തിൽ അവസാനമായി പറഞ്ഞത് വഅഅറിദ് അനിൽ ജാഹിലീൻ എന്നാണ്. ഉപദ്രവിക്കുന്ന, നമ്മോട് അക്രമം ചെയ്യുന്ന ആളുകളെ അവരോട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ്. എന്നാൽ നമ്മെ ഉപദ്രവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, അതാണ് ശയാത്തീനുൽ ജിൻ, ജിന്നിൽപ്പെട്ട പിശാചുക്കൾ. അല്ലെ, മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളാണ് സാധാരണ നല്ലത് പറയുന്ന ആളുകൾ ഉപദ്രവിക്കുക. ഇനി ശൈത്താന്മാരാണെങ്കിലോ, അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്.
വഅമ്മാ മാ യൻബഗി അൻ യുആമല ബിഹിൽ അബ്ദു ശയാത്തീനുൽ ജിൻ, ജിന്നിൽപ്പെട്ട ശൈത്താന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. വഇമ്മ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഗുൻ, പിശാചിൻ്റെ അടുത്ത് നിന്ന് ഒരു വസ്വാസം ഉണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടുക. വേറെ യാതൊരു വഴിയുമില്ല. അങ്ങനെ മനുഷ്യനായ ശത്രുവിനെ നമുക്ക് പല രീതിയിൽ നേരിടാം. തിരിച്ചടിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുത്ത് സന്ധി ഉണ്ടാക്കാം. ഇതൊന്നും പിശാചുക്കളോട്, ജിന്നിൽപ്പെട്ട പിശാചുക്കളോട് സാധിക്കുകയില്ല. ഫസ്തഇദ് ബില്ലാഹ് അയിൽതജി വഅ്തസിം ബില്ലാഹ് വഹ്തമി ബിഹിമാ, അള്ളാഹുവിൻ്റെ കാവൽ തേടുക. ഇന്നഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇന്നഹു സമീഉൻ ലിമാ തഖൂൽ, നീ പറയുന്നത് അള്ളാഹു കേൾക്കും. അഥവാ അള്ളാഹുവിനോട് കാവൽ തേടുമ്പോൾ നമ്മൾ ആ തേടുന്ന ആ ദുആ അത് അള്ളാഹു കേൾക്കുന്നുണ്ട്. അലീം, അള്ളാഹുവിനറിയാം. എന്തറിയാം? ബിനിയ്യതിക വദഅഫിക്, നിന്റെ നീയത്ത്, നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഈ ശൈത്താൻ്റെ ശർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. വദഅഫിക്, നിന്റെ ദുർബലത അള്ളാഹുവിനറിയാം. വഖുവ്വത്തിൽ തിജാഇക ലഹു, നീ എത്ര ശക്തമായിട്ട് അള്ളാഹുവിനോട് ആശ്രയം, അള്ളാഹുവിനോട് അഭയം തേടിയിരിക്കുന്നു, എത്രമാത്രം അള്ളാഹുവിനോട് നീ താഴ്മ കാണിച്ചിട്ടുണ്ട്, അവൻ്റെ കാവൽ എത്രമാത്രം നീ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനറിയാം. ഫസയഹ്മീക മിൻ ഫിത്നതിഹി, അവൻ ഈ പിശാചിൻ്റെ ഫിത്നയിൽ നിന്ന് നിന്നെ രക്ഷിക്കും. വയഖീക മിൻ വസ്വസതിഹി, അവൻ്റെ വസ്വാസിൽ നിന്ന് അള്ളാഹു തആല നിന്നെ കാത്തു രക്ഷിക്കും. ഇതാണ് ജിന്നിൽപ്പെട്ട പിശാചുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി. അള്ളാഹുവിനോട് കാവൽ തേടുക, അത് മാത്രമേ വഴിയുള്ളൂ. പിശാചിൻ്റെ വസ്വാസ്, അങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാവുന്നു എന്ന് തോന്നിയാൽ അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടുക. നമ്മുടെ മനസ്സിൽ ഈമാൻ കുറയുന്നുണ്ട് എന്ന് തോന്നിയാൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക അൻ യഹ്ദുറൂൻ, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്. വഖുർ റബ്ബി അഊദു ബിക, റബ്ബെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിൻ്റെ വസ്വാസുകളിൽ നിന്ന്. വഅഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അൻ യഹ്ദുറൂൻ, അവർ എൻ്റെ അടുത്ത് വരുന്നതിനെ തൊട്ട്. പിശാചുക്കൾ, ജിന്നിൽപ്പെട്ട പിശാചുക്കൾ നമ്മുടെ ശത്രുവാണ്. അവരുടെ ഉപദ്രവം വലിയ ഉപദ്രവമാണ്. അല്ലെ, ഓരോരുത്തരുടെയും കൂടെ ഒരു കരീനുണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ജിന്നിൽപ്പെട്ട ഒരു ശൈത്താൻ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അവൻ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ വസ്വാസം ഉണ്ടാകുന്നത് തിരിച്ചറിയുക എന്നുള്ളത് വലിയ ബുദ്ധിയാണ്. അല്ലെ, ചില സഹാബത്ത്, അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു മനുഷ്യൻ്റെ ഫിഖ്ഹിൽപ്പെട്ടതാണ്, ഒരു മുഅ്മിൻ്റെ അറിവിൽപ്പെട്ടതാണ്, അറിവുള്ളവനാണ് എന്നതിൻ്റെ അടയാളമാണ് അവൻ ഏത് വഴിക്കാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക, അവൻ്റെ ഈമാൻ എങ്ങനെയാണ് ദുർബലമാകുന്നത് എന്ന് തിരിച്ചറിയുക. അല്ല, ചില ആളുകൾക്ക് അവരുടെ കണ്ണുകൊണ്ടായിരിക്കും അവരുടെ ഈമാൻ ദുർബലമാകുന്നത്, ഹറാമായ നോട്ടമായിരിക്കും, അതായിരിക്കും അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്, അവനവനറിയാം. ചില ആളുകൾക്ക് ചില വ്യക്തികളോട് സംസാരിക്കുന്നതായിരിക്കും ഫിത്നയായിട്ടുള്ളത്. അതുപോലെ പിശാച് എവിടെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്, ഏത് സന്ദർഭത്തിലാണ് പിശാച് നമ്മെ പഴപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് എന്താണ്? ഒറ്റ കാര്യം മാത്രം, ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടുക. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശത്രുവാണ്, അവനോട് നമുക്ക് യാതൊരു ഇടപാടും നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടുക. ഇതാണ് ഈ 2 ആയത്തുകൾ. ഇതിൽ ഒന്നാമത്തെ ആയത്ത്, അതാണ് നമ്മുടെ വിഷയം, അതുമായി ബന്ധമുള്ളത് കൊണ്ട് രണ്ടാമത്തെ ആയത്ത് കൂടി വായിച്ചു. എന്താണ്? അഖ്ലാഖ്, മനുഷ്യനോടുള്ള പെരുമാറ്റം, അതിൻ്റെ അടിസ്ഥാനം ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ നമ്മുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവമാണ് താങ്കളുടേത് എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തും. അതാണ് ഈ 3 കാര്യങ്ങൾ. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഈ 3 റുക്നുകളാണ് സൽസ്വഭാവത്തിനുള്ളത്. അത് ജീവിതത്തിൽ പാലിക്കാൻ പരമാവധി ശ്രമിക്കുക. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഇങ്ങോട്ട് ആളുകൾ പെരുമാറുന്നത് അത് അവരുടെ ഇഷ്ടം പോലെ പെരുമാറട്ടെ. നമ്മൾ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, നമ്മൾ ഒരാളുടെ കടം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചാൽ അത് എത്രയാണ് കിട്ടുന്നത്, അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അതുപോലെ തന്നെ പെരുമാറ്റവും, ഒരാൾ നമ്മെ കാണുമ്പോൾ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ചടങ്ങിന് ക്ഷണിച്ചില്ല, അവർ ബാക്കി എന്തൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട് അത് മതി, ഈ വീഴ്ച വരുത്തിയ കാര്യം അത് നമുക്ക് പ്രശ്നമല്ല. ഈ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ ഒരാളെയും ഉപദ്രവിക്കുകയില്ല, ഒരാളുടെയും ഗീബത്ത് പറയുകയില്ല,
ഒരാളോടും പ്രതികാര ബുദ്ധി ഉണ്ടാവുകയില്ല. വഅ്മുർ ബിൽ ഉർഫ്, അത് മാത്രമല്ല അങ്ങോട്ട് ഉപകാരം ചെയ്യുക. വഅഅ്റിദ് അനിൽ ജാഹിലീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരു അടിമക്കും വിട്ടുവീഴ്ച കൊണ്ട് ഇസ്സത്തല്ലാതെ വർദ്ധിക്കുകയില്ല. ഉപദ്രവിച്ച ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നതുകൊണ്ട് ഇസ്സത്തല്ലാതെ വർദ്ധിക്കുകയില്ല, അവൻ്റെ വില കുറഞ്ഞു പോവുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ സ്വഭാവം ഏറ്റവും നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാമ്യതയുള്ള സ്വഭാവമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.